സെൽവാമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന പുതിയ ദുൽഖർ സൽമാൻ ചിത്രമാണ് കാന്ത. കാന്തയുടെ ടീസർ എത്തിയിട്ടുണ്ട്. നവംബർ 14 റിലീസാവുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനോടൊപ്പം സമുദ്രഖനിയും റാണ ദഹ്ബതിയും ഉണ്ട്. ഭാഗ്യശ്രീയാണ് ഈ ചിത്രത്തിൽ ദുൽഖറിന്റെ പേരായി എത്തുന്നത്. പ്രണയരംഗങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളാണ് ദുൽഖർ. ദുൽഖറിന്റെ പ്രണയങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്തായാലും ദുൽഖറിന്റെ പാൻ ഇന്ത്യൻ സിനിമകളൊന്നും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. നീല എന്ന ചിത്രത്തിന് ശേഷമാണ് സെൽവമണി സെൽവരാജ് ഈ ചിത്രവുമായി എത്തുന്നത്. ഏകദേശം ഒരു 2016 വന്ന് നിളയ്ക്ക് ശേഷം ഒരു 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംവിധായകൻ ഒരു പുതിയ ചിത്രവുമായി എത്തുന്നത്. അപ്പോൾ അത്രയും മുന്നൊരുക്കങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. റാണ ദഹ്ബതി, ദുൽഖർ സൽമാൻ പിന്നെ 2 പേരും കൂടി ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻസിലെ ഒരു സിനിമയും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. തമിഴിൽ ചെയ്തിരിക്കുന്ന ഈ ചിത്രം മറ്റ് ഇതര ഭാഷകളിൽ കൂടി ഡബ് ചെയ്താണ് റിലീസാകുന്നത്. മലയാളത്തിലുമുണ്ട് ഈ സിനിമ. ദുൽഖർ ഒരു സിനിമാ നടനായാണ് ഈ ചിത്രത്തിൽ എത്തുന്നതെന്ന് ടീസറിൽ നമുക്ക് മനസ്സിലാവും. മഹാനദി എന്ന ചിത്രത്തിലും ദുൽഖർ ഒരു സിനിമാ നടനായി വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പാൻ ഇന്ത്യൻ ലെവൽ ചിത്രമാണ്. പിന്നെ ദുൽഖറിൻ്റെ സ്റ്റൈൽ പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര സ്റ്റൈലിഷാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ്റെ ചില നെഗറ്റീവ് കഥാപാത്രങ്ങളും നെഗറ്റീവ് ഷെയ്ഡുകളുമെല്ലാം ഒരു ഹോളിവുഡ് ആക്ടറിൻ്റെ ലെവലിലേക്കാണ് ദുൽഖറിനെ കൊണ്ടെത്തിക്കുന്നത്. ആ സ്റ്റൈലും ആ റൊമാൻസുമെല്ലാം ഈ സിനിമയിലും ഉണ്ടാകും. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ചിത്രം തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് സ്റ്റൈലിൻ്റെ ഉസ്താദിൻ്റെ മകനും കൂടിയാണ് ദുൽഖർ. നവംബർ 14 നമുക്ക് തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ അത് കാണാം.